ഹായ്, ഡിജിറ്റൽ അഡ്വർടൈസിംഗ് പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്ലാറ്റ്ഫോമുകളിലേക്കും ടൂൾസിലേക്കും പ്രാക്ടീസസിലേക്കും ഒക്കെ ഇറങ്ങിച്ചെല്ലുന്നതിന് മുന്നേ നമുക്കുണ്ടാവേണ്ട ക്ലാരിറ്റിയാണ് എങ്ങനെയായിരിക്കും ഈ പ്ലാറ്റ്ഫോമുകളുടെ ഒക്കെ വർക്കിംഗ് എന്നുള്ളത്. ഏതൊരാൾക്കാണോ പ്ലാറ്റ്ഫോമുകളുടെ വർക്കിംഗ് സ്റ്റൈലും ഏതൊക്കെ രീതിയിലാണ് ഈ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, അങ്ങനെ ഒരാൾക്ക് മാത്രമേ സക്സസ്ഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും സാധിക്കുകയുള്ളൂ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് POEM അഥവാ പോയം ഫ്രെയിംവർക്കിനെ കുറിച്ചാണ്. P എന്നുള്ളത് പെയ്ഡ് മീഡിയയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുക. O എന്നുള്ളത് ഓൺഡ് മീഡിയ, E എന്നുള്ളത് ഏൺഡ് മീഡിയ. ദാറ്റ് മീൻസ് പെയ്ഡ്, ഓൺഡ്, ഏൺഡ്. എന്താണ് പെയ്ഡ് മീഡിയ എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും, നമ്മൾ സെർച്ച് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളിലൊക്കെ സ്പോൺസേഡ് ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് അഡ്വർടൈസ്മെൻറ്റുകൾ വരാറുണ്ട്. ബിസിനസ്സുകൾ പണം മുടക്കി സ്പോൺസേഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സുകൾ ചെയ്യുന്നതിനെയാണ് പെയ്ഡ് മീഡിയ എന്നുള്ളതുകൊണ്ട് വ്യക്തമാക്കുന്നത്. ഇനി ഓൺഡ് മീഡിയ എന്നുള്ളത് ഇറ്റ്സ് ലൈക്ക് എ കമ്പനീസ് അസറ്റ്. നമ്മളൊരു ബിസിനസ്സിന് വേണ്ടി ഉണ്ടാക്കുന്ന അസറ്റുകൾ പോലെ തന്നെയാണ് ഓൺഡ് മീഡിയാസ് എന്നുള്ളത്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഭംഗിയായിട്ടുള്ള വെബ്സൈറ്റ് എന്നുള്ളത് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അത് നമ്മളൊരു അസറ്റാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേജുകളും നമ്മളുടെ സോഷ്യൽ മീഡിയ പേജുകളാണെങ്കിലും യൂട്യൂബ് ചാനലുകളാണെങ്കിലും നമുക്കതിനൊക്കെ നമ്മുടെ ഓൺഡ് മീഡിയ എന്ന് വിളിക്കാവുന്നതാണ്. പെയ്ഡ് മീഡിയ നമ്മൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, ഓൺഡ് മീഡിയ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ഇനി ഏൺഡ് മീഡിയ എന്നുള്ളത്, ഇപ്രകാരം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയിലൂടെ നിങ്ങൾക്ക് അൺപെയ്ഡ് ആയിട്ട് നിങ്ങളൊന്നും പണം മുടക്കാതെ തന്നെ ഓർഗാനിക്കായിട്ട് എൻഗേജ്മെൻറ്റ് ഉണ്ടാവുന്നു, ലൈക്സ് ഉണ്ടാവുന്നു, ഷെയർസ് ഉണ്ടാവുന്നു. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനെ മുഴുവൻ നമുക്ക് ഏൺഡ് മീഡിയയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഏൺ മീഡിയ നമ്മൾ പറയുന്നത് പോലെയാണെങ്കിൽ വേർഡ് ഓഫ് മൗത്ത് ഒക്കെ പോലെയാണ്. അതായത് നിങ്ങളുടെ കോണ്ടൻറ്റും നിങ്ങളുടെ ഡീലും നിങ്ങളുടെ സ്കീമും ഒക്കെ ആളുകൾക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനകത്തുള്ള എൻഗേജ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. പെയ്ഡ് മീഡിയ എന്നുള്ളത് സ്പോൺസേഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ, ഓൺഡ് മീഡിയ എന്നുള്ളത് നിങ്ങളൊരു അസറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഏൺഡ് മീഡിയ എന്നുള്ളത് അൺപെയ്ഡ് ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള എൻഗേജ്മെൻറ്റ് വരുന്നതാണ്. ഈ ഫ്രെയിം വർക്കിനെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം. എങ്കിൽ മാത്രമാണ് എൻ്റെ ബിസിനസ്സിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ ഞാൻ ഈ 3 ഏരിയകളിലായിട്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് ഫലപ്രദമായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഈ 3ൻ്റെയും മിക്സ് അല്ലെങ്കിൽ ഈ 3 രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളിലേക്കും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അത്തരം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സബ്സ്ക്രൈബ് CDA, ലേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കംപ്ലീറ്റ്ലി ഫ്രീ.